3 സെന്റിൽ താഴെ സ്ഥലവും വീടും ഈടുവച്ച് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കുന്ന വായ്പകളിൽ ജപ്തി നടപടി സ്വീകരിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭാ ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. വീട് ജനങ്ങളുടെ അവകാശമാണ്. അവരെ വഴിയാധാരമാക്കുന്ന ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ധാർമ്മിക നീതിയുടെ ബൃഹത് മാതൃക തീർക്കുന്നതാണ്. ജപ്തി നടപടി നേരിടുന്ന സാധാരണക്കാർക്ക് അത് നൽകുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല എന്ന് നിസ്സംശയം പറയാം. ഇവിടെ പരിശോധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സഹകരണ മേഖലയെ എങ്ങനെ ബാധിക്കും എന്ന പ്രശ്നമാണ്. കോപ്പ് ടോക്സിൽ അഭിപ്രായം പങ്കുവയ്ക്കുന്നത് മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി PH സാബു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ജപ്തി നടപടികളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സഹകരണ മേഖലയിൽ സമ്മിശ്ര പ്രതികരണമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സമ്മിശ്ര പ്രതികരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്, ഒന്ന്, വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തി നടപടി നേരിടുന്ന സഹകാരികളെ സംബന്ധിച്ചിടത്തോളം വീട് ഈടുവച്ചിട്ടുള്ള വായ്പകൾ, 3 സെൻറ്റ് വരെയുള്ള ഭൂമിയിലെ വസ്തു ഈട് വായ്പകൾ വീട് ജപ്തി ചെയ്യില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കുടിശ്ശിക ബാധ്യത മൂലം പ്രയാസം അനുഭവിക്കുന്ന സഹകാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയോജനകരമായ ആശ്വാസം നൽകുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. പക്ഷേ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചോ ഡയറക്ടർ ബോർഡിനെ സംബന്ധിച്ചോ മാനേജ്മെൻറ്റിനും ബാങ്കിനും ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. സഹകരണ സ്ഥാപനങ്ങളിൽ 100 രൂപ നിക്ഷേപമായി സ്വീകരിച്ചാൽ 80 രൂപയും നൽകുന്നത് വായ്പയായിട്ടാണ്. 80 രൂപ വായ്പ നൽകുന്ന ഈ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിലെ സ്ഥിതി, കേരളത്തിലെ 3/4 സഹകരണ സ്ഥാപനങ്ങളും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പല ജില്ലകളിലും വിരലിലെണ്ണാവുന്ന സംഘങ്ങളാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത്. ഓഡിറ്റ് നിബന്ധനകൾ, റിസർവ് നിബന്ധനകൾ ശക്തമായതോടുകൂടി സ്ഥാപനങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നഷ്ടത്തിലേക്ക് പോവുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ബാങ്കിൻ്റെ നഷ്ടം കുറയ്ക്കാനും ബാങ്കിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി വലിയ തോതിൽ സംസ്ഥാനത്താകമാനം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ ആർബിട്രേഷൻ എക്സിക്യൂഷൻ നടപടികൾ നടന്നു വരുന്ന ഒരു കാലം കൂടിയാണിത്. നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് സഹകരണ വകുപ്പ് നല്ല നിലയിൽ ഉണർന്ന് ഇത്തരത്തിലുള്ള ചില മാതൃകകൾ കാണിച്ചത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതോടുകൂടി എക്സിക്യൂഷൻ നടപടികൾക്ക് ഒരു അപ്രഖ്യാപിത വിലക്ക് രൂപപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ സഹാനുഭൂതിയോടുകൂടിയാണ് ഈ പ്രസ്താവന പുറപ്പെടുവിച്ചതെങ്കിലും സഹകരണ മേഖലയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ഒരു വലിയ ചോദ്യചിഹ്നമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾ മാറുകയാണ് എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ധാർമ്മിക നിയമങ്ങളുടെ മഹത്തായ ആശയമാണ് എന്ന് പറയുമ്പോൾ തന്നെ നിയമപരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ ഒരു ലീഗൽ പൊസിഷൻ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു എന്ന് പറയുന്ന സ്ഥിതിവിശേഷം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം 1969 സഹകരണ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ജാമ്യകടപ്പത്രത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി സഹകരണ സ്ഥാപനങ്ങൾ ആർബിട്രേഷൻ എക്സിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ഒരു വസ്തു ഒരു നിശ്ചിത പ്രമാണത്തിൽ സ്വീകരിച്ചുകൊണ്ട് വായ്പ കൊടുത്താൽ അത് തുടർച്ച ജാമ്യമാവട്ടെ ഗഹാൻ പ്രമാണങ്ങളാവട്ടെ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിലേക്ക് ആ വസ്തു ഈടുവച്ച് കഴിഞ്ഞാൽ ആർബിട്രേഷൻ കഴിഞ്ഞാൽ എക്സിക്യൂഷനും ആവുന്നതോടുകൂടി ആ ഫയലിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം സെയിൽ ഓഫീസറുടെ കൈകളിലേക്ക് ചെല്ലുകയാണ്. സെയിൽ ഓഫീസറെ സംബന്ധിച്ച് സഹകരണ നിയമത്തിലെ വ്യവസ്ഥ പാലിക്കാനും അതനുസരിച്ച് ജപ്തി നടപടികൾ സ്വീകരിക്കാനും നിയമപരമായി ബാധ്യതയുണ്ട്. എന്നാൽ ആ നിയമപരമായ ബാധ്യതകളുടെ മേൽ ധാർമ്മിക നീതിയുടെ വലിയ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ ഉയർന്നു വന്നിരിക്കുന്നു. സെയിൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്വാഭാവികമായും എന്ത് ചെയ്യണം എന്നറിയാതെ പ്രതിസന്ധിയിലാവുന്ന ഒരു കാലഘട്ടം കൂടി ആയി ഇത് മാറുകയാണ്. ഒരു സ്ഥാപനവും ഒരു വസ്തുവും ജപ്തി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരാളെയും അവരുടെ വീട് ജപ്തി ചെയ്ത് അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടത്തണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഭവനരഹിതരായി പിന്തള്ളണം എന്ന് ഒരു സഹകരണ സ്ഥാപനവും ആഗ്രഹിക്കുന്നില്ല.
പക്ഷേ നിക്ഷേപമെടുത്ത് വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഓരോ സഹകരണ സ്ഥാപനത്തിനും ബാധ്യതയുണ്ട്. മിക്കവാറും സഹകരണ സ്ഥാപനങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള വായ്പകൾ വസ്തു ഈട് മാത്രമല്ല വീട് സ്വീകരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ വായ്പയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു 80% വായ്പകളിലും ഈട് വസ്തുക്കളിൽ ഒന്ന് വീട് കൂടിയാണ്. അപ്പോൾ വീട് ജപ്തി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ 80% ജപ്തി നടപടികളിൽ ഒരു അപ്രഖ്യാപിത വിലക്ക് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഇന്ന് സഹകരണ മേഖല പോകുന്ന പ്രയാണത്തിന്, മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രയാണത്തെ വേഗത കുറയ്ക്കുന്ന ഒരു സമീപനമായി ഈ ജപ്തി വിരുദ്ധ പ്രഖ്യാപനം മാറുന്നു എന്ന് പറയേണ്ട സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മറ്റൊരു കാര്യം, സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സഹകരണ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ്. ഓഡിറ്റ് നിബന്ധനകൾ ശക്തമാവുന്നതോടുകൂടി വീണ്ടും ഈ സ്ഥാപനങ്ങളുടെ നഷ്ടം വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നു. പുതിയ ക്ലാസിഫിക്കേഷൻ പരിഷ്കാരം വരുന്നതോടുകൂടി ഇന്ന് സൂപ്പർ ഗ്രേഡിലുള്ള പല ബാങ്കുകളും ക്ലാസ് 2 3 എല്ലാം തരം താഴാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നു. മാത്രവുമല്ല, സംഘങ്ങൾ നഷ്ടത്തിൽ വരുന്നതോടുകൂടി നിക്ഷേപകർക്ക് സഹകരണ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, സോഷ്യൽ മീഡിയ അതുപോലെ മാധ്യമങ്ങൾ ഇവയെല്ലാം സഹകരണ സ്ഥാപനങ്ങളുടെ നഷ്ടം, സാങ്കേതിക നഷ്ടങ്ങൾ പോലും എന്തോ വലിയ ക്രമക്കേടുകളുടെ ഭാഗമായി ഉണ്ടാകുന്ന നഷ്ടമാണ്, സംഘങ്ങൾ തകരാൻ പോകുന്നു എന്നുള്ള തെറ്റായ പ്രചാരണം പൊതുസമൂഹത്തിൽ അഴിച്ചുവിടാനും തദ്വാര നിക്ഷേപകരിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാവാനും വരെയുള്ള സാധ്യത ഈ ജപ്തി വിരുദ്ധ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അത് നമ്മുടെ മേഖലയ്ക്ക് ഇന്നുമുള്ള യാത്രയ്ക്ക് പ്രയാസം സൃഷ്ടിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ ഈ സമീപനത്തിനെ കുറേയും കൂടി ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും അതിന് തയ്യാറാവുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ജപ്തിക്ക് വിധേയരാകുന്ന ആളുകളുമായി ബന്ധപ്പെട്ട മാനവികതയുടെ പ്രശ്നം. ആ മാനവികതയുടെ പ്രശ്നം തീർച്ചയായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആദരണീയനായ മുഖ്യമന്ത്രി ഉയർത്തുന്നതിൻ്റെ ന്യായം നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്, നമുക്കെല്ലാം അംഗീകരിക്കത്തക്കതാണ്. പക്ഷേ സഹകരണ ബാങ്കിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് ജപ്തി ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതെ നമുക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്ന വിഷയത്തിൽ ഇരുവശങ്ങൾ നിലനിൽക്കുന്നു. ഒന്ന് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ്, മറ്റൊന്ന് ധാർമ്മികതയുടെ വശം. ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്ത വ്യക്തിത്വം കൂടിയാണ് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം നോട്ട് നിരോധന കാലഘട്ടത്തിലും മറ്റും അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയെ ചർച്ച ചെയ്യുമ്പോൾ അതുകൂടി കൂട്ടിച്ചേർത്ത് പറയാതിരിക്കാൻ കഴിയില്ല. നോട്ട് നിരോധനം പോലുള്ള കാലഘട്ടങ്ങളിൽ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും മറ്റും കേരളത്തിലെ സഹകരണ ബാങ്കുകളെ സഹായിച്ച കാര്യം നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. സഹകരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഉറപ്പുവരുത്തുന്ന രീതി സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. പക്ഷേ ജപ്തിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രസ്താവന, ആ പ്രസ്താവന കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിൽ ഒരു പ്രയാസം സൃഷ്ടിച്ചിരിക്കുന്നു. സർക്കാർ കുറേ കൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന്, ജപ്തിക്ക് വിധേയരാകുന്ന ആളുകൾക്ക് ആവശ്യമായ ഷെൽട്ടറുകൾ ഒരുക്കിയിട്ട് വേണം ജപ്തി നടപ്പാക്കാൻ എന്ന് പറയുന്ന ഒരു മാനവികതയുടെ നിർദ്ദേശം ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയും മുന്നോട്ട് വച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം ഒരു പുരോഗമന സമൂഹത്തിന് ആവശ്യം വേണ്ട നിർദ്ദേശങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഫിനാൻഷ്യൽ ബർഡൻ ഒരിക്കലും കേവലമായ ഒരു സഹകരണ സ്ഥാപനത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്നതല്ല. അത്തരം കാര്യങ്ങളിൽ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. സർക്കാരിന് ഇത്തരം ഷെൽട്ടർ ഒരുക്കുന്നതിൽ എന്ത് സംഭാവന ചെയ്യാൻ കഴിയും, സഹകരണ സ്ഥാപനങ്ങൾ എന്ത് സംഭാവന ചെയ്യണം. അങ്ങനെ സഹകരണ സ്ഥാപനങ്ങളും സർക്കാരും കൂടിച്ചേർന്ന് ഇപ്രകാരം ജപ്തിക്ക് വിധേയരാകുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാൻ കഴിയുന്ന സാധ്യതകളാണ് കേരളത്തിലെ സമൂഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ ജപ്തിക്ക് വിധേയരായ ആളുകളുടെ പുനരധിവാസവും സഹകരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വവും
ഒരേ സമയം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അത്തരത്തിലുള്ള ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ ഉയർന്നു വരട്ടെ എന്ന് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്.